ഇതാണ് നമ്മുടെ ബോയ്സ് ലോ എന്ന് പറഞ്ഞത്. പ്രഷറും വോളിയം എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ്, അതായത് മാസും അവിടെ ഫിക്സഡ് ആണ് കേട്ടോ, മാസും വോളിയം കോൺസ്റ്റന്റ് ആണ്. ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ, ദാറ്റ് ഈസ് V ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു P എന്ന് പറയാം, അല്ലെങ്കിൽ V പ്രപ്പോർഷണൽ ടു 1/P ആണ്. ടെമ്പറേച്ചറും മാസും കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്കറിയാം പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ ആ കോൺസ്റ്റന്റ് ഈക്വൽ ടു ആക്കാൻ വേണ്ടി അല്ലേ എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/P എന്ന് എഴുതി. ആ കോൺസ്റ്റന്റിനെ നമ്മൾ K ആക്കി എഴുതി. അതായത് V ഇങ്ങനെയാണ്, V പ്രപ്പോർഷണൽ ടു 1/P അല്ലെങ്കിൽ V ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു P എന്ന് പറയാം. അപ്പോൾ ദാ ഈ ഇൻവേഴ്സ്ലി സൈൻ മാറ്റാൻ വേണ്ടി ഈക്വൽ കൊടുത്തു. ഇതിൻ്റെ ഒരു കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. K ഇൻറ്റു 1/P. ഈ Pനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? PV ഈസ് ഈക്വൽ ടു K എന്ന് എഴുതാം. അതായത് Pയും Vയും പ്രഷറും വോളിയം ഉണ്ടല്ലോ, അതും കൂടെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്. ഒരു പർട്ടിക്കുലർ മാസ് ഉള്ളതും പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ പ്രഷറും വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. കെയുടെ വാല്യൂ ഉണ്ട്, സ്ഥിരസംഖ്യ എന്ന് പറഞ്ഞല്ലോ, ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്യാസ്. ആ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസും അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ആയിരിക്കും ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലാകാം? അപ്പം എക്സാമ്പിൾ കാണിച്ചാൽ എന്താന്ന് നോക്കിയേ, പിയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 10 എത്ര വരും? 20 വന്നു. ഇവിടെ നോക്കിയേ 4 ഇൻറ്റു 5 20 വന്നു. 10 ഇൻറ്റു 2 20 വന്നു. അതായത് പിയും ബിയും കൂടെ P ഇൻറ്റു വി ചെയ്തപ്പോൾ K എന്ന് വെച്ചാൽ എത്രയാണ്? 20. ഒരു കോൺസ്റ്റന്റ് അല്ല വന്നത്. അതിൻ്റെ മാസിന് വ്യത്യാസം വരുന്നുണ്ടോ? ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടോ? നമ്മൾ ആദ്യം എടുത്ത മാസ് തന്നെയാണ് എല്ലാ സിറ്റുവേഷനിലും വന്നത്. പക്ഷേ പ്രഷർ മാറുന്നതനുസരിച്ച് വോളിയം മാറുന്നുണ്ട്. അതിനുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഈ കോൺസ്റ്റന്റ് ഇപ്പം വേറെ ഗ്യാസ് എടുക്കുവാണെങ്കിൽ ഈ വാല്യൂ കിട്ടണമെന്നില്ല. സെയിം മാസമുള്ള ഒരു ഗ്യാസ് അല്ല, ഒരു ഗ്യാസ് തന്നെ അതിൻ്റെ മാസിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ PV എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ദാറ്റ് ഈസ് എ ബോയ്സ് ലോ. അപ്പോൾ ബോയ്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. PV ഈസ് ഈക്വൽ ടു K. എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ദ വാല്യൂ ഓഫ് K ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് മാസ്. കെയുടെ വാല്യൂ ഇല്ലേ, കെയുടെ വാല്യൂ സ്ഥിരസംഖ്യ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ 20 എന്ന് കണ്ടു. ആ ഒരു പർട്ടിക്കുലർ ഗ്യാസിൻ്റെ മാസ്, ആ ഗ്യാസിനെ അനുസരിച്ചിട്ട് ആ ഗ്യാസിൻ്റെ മാസും സ്ഥിരമാണ്. അതുകൊണ്ട് K എന്ന് വെച്ചാൽ 20 വന്നു. വേറൊരു ഗ്യാസ് എടുക്കുവാണെങ്കിൽ വേറെ വാല്യൂ ആയിരിക്കും വരുന്നത്. പക്ഷെ അത് എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ പ്രഷർ കൂട്ടി ഏതൊക്കെ സിറ്റുവേഷനിൽ വന്നാലും അതനുസരിച്ചിട്ട് വോളിയം അവിടെ കുറയും. ക്ലിയർ ആയല്ലോ? അപ്പം PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. K എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരസംഖ്യയാണ്. കെയുടെ വില എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് മാസ്.